മൂന്ന് സംഖ്യകളുടെ ശരാശരി 66. The average of three numbers is 66. ഇനി അതിലെ ഒന്നാമത്തെ കണ്ടീഷൻ, ഫസ്റ്റ് നമ്പർ ഈസ് ഡബിൾ ഓഫ് ഓർ ട്വൈസ് ദ സെക്കൻഡ് നമ്പർ ആൻഡ് 3 times ഓഫ് ദ തേർഡ് നമ്പർ എന്നാണ്. അപ്പം നിങ്ങൾ അതിനെ ഉടനെ തന്നെ 3, 2, 3, 6 എന്ന ക്രമത്തിൽ എടുത്താൽ റെഡിയാണ്. കാരണം ഇവിടെ 3ന്റെ ഇരട്ടിയാണ് 6, 2ന്റെ 3 ഇരട്ടിയാണ് 6. അപ്പോൾ നമുക്ക് 6 + 3 + 2 അത് മൊത്തം കൂട്ടിയാൽ 11x. നേരത്തെ പറഞ്ഞിരിക്കുന്ന ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും 198. അവിടെ 11x is equal to 198. X is equal to 198 divided by 11, that is 18. ഈ 18 6x എന്ന് പറഞ്ഞാൽ 6 × 18, 6 × 18 അത് 108. അടുത്തത് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല, വേണേ കണ്ടുപിടിക്കാം. 108ന്റെ പകുതിയായിരിക്കും, മറ്റേത് 108ന്റെ 3/1 ആയിരിക്കും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 198 ആയിരിക്കും. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ yes എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ടൈപ്പ് വരുന്നുണ്ടോ? ധ്യാന ഇല്ലേ? ടൈപ്പ് വരുന്നുണ്ടോ? ശരി. ഇനി റേഷ്യോ, അതുപോലെ വോളിയം, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ, റേഷ്യോ വോളിയത്തിനൊക്കെ ചോദ്യം വന്നാൽ കഴിയുന്നതും നല്ലത് ഓപ്ഷന് കയറി പോകുന്നതാണ്. ഓപ്ഷൻ തന്നിരിക്കുന്നത് ചില സമയത്ത് അങ്ങനെ ഒരു സുഖമുണ്ട്. അപ്പം അതുകൊണ്ട് ഓപ്ഷനിൽ കയറി പോകേണ്ട ഒരു ചോദ്യം ഞാൻ തരാം, അല്ലാതെയും കണ്ടുപിടിക്കാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മറ്റു രീതിയിൽ കണ്ടാൽ പ്രശ്നമൊന്നുമില്ല. മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയട്ടെ. ഇന്നലെ നിങ്ങൾക്ക് KSTയുടെ ഒരു പരീക്ഷ നടന്നു. ആ പരീക്ഷ നടന്നതും ഇന്നലെ രാവിലെ നമ്മൾ ചർച്ച ചെയ്ത പല ചോദ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലെ രാവിലെ നമ്മൾ നടന്ന 41ാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്ന ഇന്നത്തെ ക്ലാസ്സും, ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണ് ആ പരീക്ഷയ്ക്ക് പോയിരുന്നെങ്കിൽ കണക്ക് എന്ന പരീക്ഷയെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? എന്തെങ്കിലും അതിൽ പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് സമാനമായത് വന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ലേ പോട്ടെ. ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത രീതിയിലുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ ഇട്ടതാണ്. മൈക്ക് മ്യൂട്ടാണോ? എന്നാ പറയാലോ. യെസ്, ഇന്നലെ നിങ്ങൾക്ക് ഒരു പരീക്ഷ നടന്നിരുന്നു. ആ പരീക്ഷയിൽ നിങ്ങൾക്ക് ആ കണക്കിന്റെ പരീക്ഷയെ പറ്റി, ചോദ്യത്തെ പറ്റി എന്താണ് അഭിപ്രായം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ മോളെ പേര്? അനാമിക. എവിടെയാ സ്ഥലം? ഏത് ജില്ല? തൃശ്ശൂർ ജില്ലയിലാണ്. ശരി. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പൊ 17ാം തീയതി ഒരു മോഡൽ പരീക്ഷ നടക്കാൻ പോകുന്നു. അതേപോലെ 18ാം തീയതി ഉണ്ട്. 17ാം തീയതിയിൽ 23ലേക്ക് മാറ്റിക്കുന്നത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇനി വരുന്ന മോഡൽ പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞാൻ വോളിയത്തിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം. കാരണം ഇന്നലെ ഒരു കുട്ടി നമുക്ക് ഇതുവരെ കിട്ടാത്ത ചില ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ധ്യാന, കേൾക്കാമോ? നിങ്ങളുടെ സ്കൂളിലെ മറ്റു കുട്ടികളൊക്കെ ഇതിലുണ്ടോ? ഉണ്ടാവും ഇല്ലേ?
ഒരു ചോദ്യം ആയിരിക്കും. എ പോട്ട്, ഒരു പാത്രം, ഈസ് 1/3 filled with water. ഇതിന്റെ മലയാളം വേണം, ഞാൻ പറയാം. ഒരു പാത്രത്തിൽ 1/3 ഭാഗം വെള്ളമുണ്ട്. A pot is 1/3 filled with water. When 1 more liter of water, 1 more liter of water was poured. അതിന് 1 ലിറ്റർ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചപ്പോൾ ഇറ്റ് ബിക്കെയിം ഹാഫ് ഫുൾ, പകുതിയായിട്ട് മാറി. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ ഇൻ ഓൾ? എങ്കിൽ ആ പാത്രത്തിൽ എത്ര വെള്ളം ഉണ്ടാവും? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ can it contain in all? ആ ചോദ്യം വായിച്ചത് ധ്യാന. A pot is 1/3 filled with water. When 1 more liter of water was poured, it became half full. How many liters of water can it contain in all? ഓക്കെ, മലയാളം മീഡിയത്തിലെ കുട്ടി ഇതൊന്ന് മലയാളം വായിച്ച. ഒരു പാത്രത്തിൽ 1/3 ഭാഗം വെള്ളമുണ്ട്. 1/3 ഭാഗം വെള്ളം. ആ പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു ആ പാത്രത്തിലേക്ക്. അപ്പൊ പാത്രം എന്തായി? പകുതി നിറഞ്ഞു. പാത്രത്തിലെ കപ്പാസിറ്റി, പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും, അതിന്റെ കപ്പാസിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അതിനുള്ള അളവ് എന്നാൽ എത്ര ലിറ്റർ വെള്ളം അതിൽ കൊള്ളുന്ന ചോദ്യം. നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിനു ശേഷം ധ്യാന ആൻസർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. മൈക്ക് മ്യൂട്ട് ചെയ്യും. ചില കുട്ടികളൊക്കെ അവിടുന്ന് ഓൺ ചെയ്യുന്നൊക്കെ കാണുന്നു. ഓപ്ഷൻ വേണം. ഇപ്പൊ ഓപ്ഷൻ വേണോ? ആയിക്കോട്ടെ, ഓപ്ഷൻ വേണം നോക്കി. ഓപ്ഷൻ തന്നു. കാർത്തികനുണ്ടോ? ഇവിടെ ഉറങ്ങിപ്പോയതാ? ആ സാരമില്ല, എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയ. ഇതിന്റെ ഓപ്ഷൻ എത്രയാണല്ല പറഞ്ഞ? ഓപ്ഷൻസ് ആണ് ഈ കൊടുത്തത്. അതൊന്ന് വായിച്ചേ. 2, 4, 6, 8 ഓപ്ഷൻ. നിങ്ങളൊരു കാര്യം ചെയ്ത് ഓപ്ഷനിൽ കയറിപ്പോയി കയറാൻ നല്ലത്. എന്നാൽ വേഗം കൈ കണ്ടുപിടിക്കുക. നിങ്ങളോട് ആദ്യം പറഞ്ഞത് പാത്രത്തിൽ, അതൊരു പാത്രം അവിടെ വരച്ച രസമല്ലേ വരയ്ക്കേ? പാത്രം വരച്ചു. ഞാനിപ്പോ ഇതിൽ നിന്ന് 1/3 ഭാഗം എന്നൊരു വർത്താനോടെ പറഞ്ഞുകൊണ്ട് എനിക്ക് എടുക്കാനുള്ള സംഖ്യ കുറച്ചുകൂടി നല്ല 6ആണ്. കാരണം ഓപ്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കഴിയത്. ഒരു പാത്രത്തിൽ 1/3 ഭാഗം വെള്ളം ഉണ്ടെന്ന് പറയുന്നു കാർത്തികേയൻ. ഈ 6ന്റെ 3 എത്രയാണ്? 2. അപ്പൊ ഞാൻ നിന്നോട് കാർത്തികനോട് പറയുന്നു പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം ഉണ്ട്. 6ആണ് ഞാൻ എടുത്തത്. ആ 6 ഞാൻ എടുത്തു.
അത് 6 എടുത്തിട്ട് 6ന്റെ 3/1 2ആണ്. അപ്പൊ 2 ലിറ്റർ വെള്ളം പാത്രത്തിലുണ്ടെന്ന് പറയുന്നു. ഞാൻ ആ 2 ലിറ്റർ വെള്ളത്തിന്റെ കൂടെ 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അത് എത്രയാവും മോനെ? 3 ലിറ്റർ ആവും. 1 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ 3 ലിറ്റർ ആവും. അപ്പൊ പാത്രത്തിൽ ഇപ്പൊ 3 ലിറ്റർ വെള്ളമായി. അപ്പൊ പാത്രത്തിന്റെ കപ്പാസിറ്റി എത്രയാ? അതായത് പകുതി നിറഞ്ഞെന്നല്ലേ പറയുന്നത്. 1 ലിറ്ററും കൂടി ഒഴിച്ചപ്പോൾ പാത്രം പകുതിയായി എന്ന് പറഞ്ഞാൽ 6ന്റെ പകുതിയായി എന്നർത്ഥം. അപ്പം മൊത്തം പാത്രത്തിന്റെ കപ്പാസിറ്റി എത്രയാ? ആ, ഇതാണ് അതിന്റെ ഒരു എളുപ്പമാർഗം. ഇനി മറ്റു കുട്ടികൾ മറ്റു വഴിക്ക് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് പറയൂ ഇതെങ്ങനെയാ കിട്ടിയത്. നിങ്ങൾ 6 ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയണ്ടേ? ഓപ്ഷൻ തന്നിക്കില്ല, നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കും. ആ, ആയിക്കോട്ടെ, ശരി. അതാരാ പേരെന്താ? ഹരിനന്ദ്. ഹരിനന്ദ് ഏത് സ്കൂളാ? ആയിക്കോട്ടെ. ഹരിനന്ദ് പാത്രം 3 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗം പാത്രത്തിൽ വെള്ളം നിറച്ചു അല്ലേ? നിറച്ചു. ശരി. എന്നിട്ട് പകുതി ഇവിടെ ആയിരിക്കും. അപ്പൊ ഇതൊരു ലിറ്റർ. ആ, ശരി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആയ 3/1 ഭാഗത്തിന്റെ രണ്ടാമത്തെ കള്ളിയുടെ പകുതി ആയിട്ടാണ് ഇത് വരുന്നത്. ആ, അപ്പോ അതിനെ 6 ഭാഗമാക്കി. 6 ഭാഗമാക്കി. അന്നപ്പോ 6 ലിറ്റർ വെള്ളം കൊള്ളുന്നു. അന്നപ്പം 6 ലിറ്റർ. ഈ അന്നപ്പം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ആ കൊയിലാണ്ടി ഭാഗത്തുള്ളതാന്ന് തോന്നുന്നു അല്ലേ? അന്നപ്പം 6ആയി. ശരി. വേറെ ഏതെങ്കിലും കുട്ടിക്ക് പറയാൻ പറ്റുമോ? 3/1 കൂടെ 1 ലിറ്ററും കൂടി കൂടിയപ്പോ അല്ലേ പകുതിയായത്? യെസ് ഓർ നോ? അപ്പൊ 3/1 പകുതിയല്ലേ 1 ലിറ്റർ? ആണോ? 3/1 പകുതിയല്ലേ 1 ലിറ്റർ? അത് മനസ്സിലായില്ല. യെസ് ഓർ നോ? ആ വഴിക്ക് ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ പറയാൻ പറ്റൂ? ഞാനൊരു 2-3 മാർഗം പറഞ്ഞു. ഒരു മാർഗം ഇതാണ്, ഓപ്ഷനിൽ കയറി പോയിട്ട് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. 1/3 ഭാഗം വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 3/1 ആക്കാൻ ഏറ്റവും നല്ല സംഖ്യ 6ആണ്. 6 എടുത്ത് ചെയ്ത് നോക്കിയിട്ട് 2 ലിറ്റർ കാണിച്ചു. അതിന് 1 ലിറ്റർ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പകുതി ആവും എന്ന് പറഞ്ഞാൽ 3 ആവും. അപ്പൊ പാത്രത്തിന്റെ പകുതി ആവും എന്നൊരു വാക്കാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3ന്റെ ഇരട്ടിയായിരിക്കും 6 ലിറ്റർ ആയിരിക്കും ഉത്തരം. അതാണ് ഒരു വഴി. വേറെ ഏതെങ്കിലും വഴിക്കാർക്ക് പറയാണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നമുക്ക് സമയമില്ല, ഇന്നത്തെ ചോദ്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ഇത് മനസ്സിലാകാത്തവരുണ്ടോ? അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറില് ഇതിന് സമാനമായ ചോദ്യം വന്നിരുന്നു. ആ സമാനമായ ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ക്വസ്റ്റ്യൻസിൽ ഒരു ടാങ്കിൽ 30% വെള്ളമുണ്ട് കണ്ടോ? അതേപോലെ ചോദ്യമാണ്. ഒരു ടാങ്കിൽ 30% വെള്ളമുണ്ട്. അതില് 400 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പൊ ടാങ്കിന്റെ പകുതി നിറഞ്ഞു. ടാങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ചിത്രം വരയ്ക്കുന്നത് നല്ലതാണ്. ഈ 30% ഉണ്ടായിരുന്ന ഈ ടാങ്കിലേക്കാണ് നിങ്ങൾ 400 കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ അപ്പൊ പകുതിയായി. അപ്പൊ പകുതിയായപ്പോൾ പിന്നത്തെ ചോദ്യം, എങ്കിൽ ടാങ്കിന്റെ ഉള്ളളവ് എത്ര? ഇതിൽ എത്ര കപ്പാസിറ്റി എത്ര എന്നാ ചോദ്യം. എത്രയൊക്കെ ആൻസർ പറ? 2000. ആ, എങ്ങനെ 2000 കിട്ടിയത് പറയൂ. പറയൂ, നിങ്ങളെന്താ വിവരിക്കാത്ത? ആ പറയൂ, ഒരു കുട്ടി മുന്നോട്ട് വാ. എങ്ങനെ? ആ, 20%. അതായത് ഇതിന്റെ 20%മാണ് 400 ആയിട്ട് വരും. ശരി. ആ, അത് മനസ്സിലായി. കാരണം പകുതി എന്നുള്ള വർത്താനാണ് പറയുന്നത്. 20% 400. എന്നിട്ടോ? എന്നിട്ട് 400 ×
സോറി 20 ഇൻറ്റു 400 ഇൻറ്റു 100/20. 400ന്റെ 20%. അപ്പൊ നമുക്ക് 2000 ഉത്തരം കിട്ടും. 2000 ഉത്തരം. ശരി ശരി. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ പറയാൻ പറ്റുമോ? ആ 30% ഇൻറ്റു 400 ലിറ്റർ ആണ് 50%. 30% ഇൻറ്റു 400. 30%ത്തിൽ 400 കൂട്ടിയിട്ടല്ല 50%. ആ കൂട്ടിയിട്ടാണ് 400 കൂട്ടിയിട്ടാണ് എത്ര കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ പകുതി കിട്ടുന്നത്. ശരി. എന്നിട്ട് 400 20%. കറക്റ്റ്. അത് അന്നത്തെ മറ്റേ കുട്ടിയും പറഞ്ഞത് 20% ആയിരിക്കും. ശരി. പിന്നെ അത് കറക്റ്റ്. 10% 200. പിന്നെ 100% 2000. കറക്റ്റ്. അത് അങ്ങനെ കണ്ടുപിടിക്കുക. ചിലപ്പോൾ മനക്കണക്കായിട്ട് വരെ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ഇനി ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. ഗ്രൂപ്പിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ നോക്കിയാൽ മതി. ഇന്നലെ ആർക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിലുണ്ട്. ഇനി വരാനിരിക്കുന്ന 2 ചോദ്യങ്ങളും കൂടി നിങ്ങൾക്ക് മോഡൽ പരീക്ഷ. ഈ ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഞാൻ ഇന്നത്തെ ഓരോ ചോദ്യം എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനിടയ്ക്ക് നിങ്ങൾ അയച്ചെന്ന് പറഞ്ഞിട്ടൊന്ന് ചോദ്യമുണ്ട്. അത് ഞാൻ കൂട്ടത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ 8⁻60 വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്? ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്രയാണ്? ടൈപ്പ് ചെയ്തോളൂ. വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്? 8⁻60. ധ്യാന ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ടോ മക്കള്? 0. പിന്നെ അവരോട് സന്തോഷ വാർത്ത അറിയിക്കൂ, തെറ്റാണെന്ന്. 4 തെറ്റാണെന്നുള്ള സന്തോഷ വാർത്ത ആരും അറിയിക്കൂ ധ്യാന. 3 തെറ്റാണെന്ന് അറിയിക്കൂ ധ്യാന. 6 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി വലിയ ഗന്ധമില്ല. നോക്കുക, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. 2, 3, 7, 8 ഇത് ഓർത്ത് വെച്ചോളൂ. 2, 3, 7, 8 എന്നിവയുടെ പവർ വന്നാൽ 2, 3, 7, 8 എന്നീ സംഖ്യകളുടെ പവർ എക്സ്പോണന്റ് വന്നാൽ, കൃതി വന്നാൽ, സോറി, ഇപ്പൊ ഇവിടെ 8⁻60 ഇതിന്റെ അർത്ഥം 8 എന്ന സംഖ്യ 60 പ്രാവശ്യം എഴുതി കുടിക്കലാണ്. 60 തവണ 60 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന അവസാനത്തെ അക്കം ഏതാണെന്നാണ് ചോദ്യം. ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ആണ് ചോദിച്ചത്. ഇത്തരം ചോദ്യം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 60യെ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കളിയാം. 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ധ്യാന? 1 4 4 2 ബാക്കി 15 കിട്ടും. 15 4 60 ആണ്. ശരി, ഇവിടെ റിമൈൻഡർ എത്രയാണ്? 0. ശരി, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിമൈൻഡർ 0 വന്നാൽ ഓർത്തു വെച്ചോളൂ, റിമൈൻഡർ 0 വന്നാൽ നിങ്ങൾ 4 ആയിട്ട് പരിഗണിച്ചാൽ മതി. തൽക്കാലം ഈ 4 ആയിട്ട് പരിഗണിച്ചിട്ട് ഈ 8ന്റെ മേലെ നിങ്ങൾ 4 എഴുതി കൊടുക്കുക. 8⁻4ന്റെ അവസാനത്തെ അക്കം കണ്ടുപിടിക്കാൻ ഒരു വിഷമവും ഇല്ല. 8 × 8 × 8 × 8. ആരോ മൈക്ക് ഓൺ ചെയ്ത് ബഹളം വെക്കുന്നു. ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ. കാരണം നിങ്ങൾ അവിടുന്ന് അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്.
ധ്യാന കേൾക്കാമോ? Yes, sir. 8 into 8, 64. 64 into 64. അത് വീണ്ടും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ 4 into 4 അവസാനിക്കുന്നത് 6-ലാണ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 6 ആണ്. ഒരിക്കൽ കൂടി പറയണമെങ്കിൽ കുട്ടികൾക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ധ്യാന, കുട്ടികൾ പറയുന്ന ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് പറയണോ? ഞാൻ ഒന്നുകൂടി വേണേ പറയാം. Okay, sir. കുട്ടികൾ എന്ത് പറയുന്നത് ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഒന്നുകൂടി പറയണമെന്നുണ്ടോ? Yes. യെസ്, ശ്രദ്ധിച്ചോളൂ. ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങളോട് വരാതിരിക്കില്ല. പവർ മാത്സിൽ നിന്ന് ആവർത്തന ഗുണനം എക്സ്പൊണൻസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ വന്നിരിക്കുന്ന ചോദ്യം ഇതാണ്: 8/60 അവസാനത്തെ അക്കം ഏതെന്നാണ് ചോദ്യം. 8/60 അവസാനത്തെ അക്കം കണ്ടുപിടിക്കാൻ ഒരു മാർഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ പവറിനെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചു കളിയാം. ഇതെന്തുകൊണ്ടാണ് 4 കൊണ്ട് ഹരിക്കുന്നത് അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 2, 3, 6, 2, 3 നേരത്തെ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 7, 8. ഈ സംഖ്യകളുടെ പവറിന്റെ പ്രത്യേകത നോക്കിക്കോളൂ നിങ്ങൾ. 2/1 is equal to 2. 2/2 is equal to 4. 2/3 is equal to 8. 2/4 is equal to 16. 4 തവണ ഇങ്ങനെ വന്നോണ്ടാ. 2, 4, 8, 6. 2, 4, 8, 6. ഇനി 2/5 എഴുതി നോക്ക്. വീണ്ടും ഈ 2 തന്നെ ഇങ്ങോട്ട് വരും. 32 2 അവസാനിക്കുന്നു. 2/6 എഴുതി നോക്ക്. 64 4 അവസാനിക്കുന്നു. അപ്പൊ ഇവിടെ 2, 4, 8, 6 2, 4, 8, 6 എന്നീ ക്രമത്തിൽ പോകുന്നു. ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ അത് 8ന്റെ കാര്യത്തിൽ അത് തന്നെ സംഭവിക്കുക, 7ന്റെ കാര്യത്തിൽ അതിനെ സംഭവിക്കുക. 4 തവണ കൂടുമ്പോൾ മാറി വരും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പവറായ 60യെ 4 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോളൂ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 4 4 2 ബാക്കി 5 4 20. റിമൈൻഡർ 0. അതാണ് ഞാൻ പറഞ്ഞത്. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 എടുത്തോടെ എഴുതിയാൽ മതി. ഈ 8/60 പകരം 8/4 എഴുതുക. അതിന് പകരമാവില്ല, വിലയ്ക്ക് പകരമാവില്ല. പക്ഷെ യൂണിറ്റ് പ്ലേസ് സെയിം ആയിരിക്കും. ആ യൂണിറ്റ് പ്ലേസ് 6 ആണ്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, പറയാം. ഇപ്പൊ ക്ലിയർ ആയോ? ഒരു ഇത്തിരി ക്ലിയർ ആകാൻ ബാക്കിയുണ്ട്. ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മൈക്ക് പല കുട്ടികളെയും മൈക്ക് ആവശ്യമുണ്ട്. പൂജ്യമില്ലാത്ത വരാൻ നോക്കോ. ഞാൻ അതിൽ പറയാൻ പോകുന്നത് നിങ്ങളോട് ചോദിക്കുന്നത് 2/7 യൂണിറ്റ് പ്ലേസ് എത്രയാന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താ? 2 7 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ അവസാനം തക്കരുതെന്നാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ 7 എന്തെടുക്കുക? 4 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കഴിയും. 1 4 4 റിമൈൻഡർ 3 ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു 2/7 2/3 ഈ റിമൈൻഡർ ആയ 2/3 യൂണിറ്റ് പ്ലേസ് സെയിം ആയിരിക്കും. കാരണം നോക്കാം, 2/3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്. അത് 8 ആണ്. അപ്പോൾ 2/7 യൂണിറ്റ് പ്ലേസ് 8 ആവണം. കാരണം നിങ്ങൾ കുടിച്ചു നോക്കൂ. 2 × 2 × 2 × 2 × 2 × 2 1 2 3 4 5 6 വരെ 2 കൂടി ഉണ്ട്. ഒന്ന് കുടിച്ചു നോക്കാം നമുക്ക്. 2 × 4 4 × 8 8 × 16 16 × 32 32 × 64 64 × 128 8 അവസാനിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഇത് 2ന്റെ കാര്യത്തിൽ മാത്രമല്ല മക്കളെ. 2 3 7 8 ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് വേറെ രീതിയിൽ ചോദിക്കാം ചോദ്യം, അതും മനസ്സിലാക്കി വെച്ചോ. എങ്ങനെയാ വേറെ രീതിയിൽ വരാതറിയാം. 2/1 + 2/2 + 2/3 + dash 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 plus 2/99 ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് എത്ര?
മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇവിടെ എല്ലാം പ്ലസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ 299 മാത്രമല്ല കാണാൻ പോകുന്നത്, 299 വരെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 99നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 99നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 4 8, 1 ബാക്കി 19, 4 4 16, 3 റിമൈൻഡർ വരും. 299 മാത്രമാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ 23 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് 8ലേക്ക് പോകാം. പക്ഷെ 99 വരെ ആഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 203ന്റെ തൊട്ട താഴെ 2:2 കൂടെ എഴുതി 4 എഴുതുക, 2:1 എഴുതുക, 2 എഴുതുക. 8 4 12 14. ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 4 ആയിരിക്കും. അത് ഏകദേശം ക്ലിയർ ആകാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? കാർത്തിക്, എന്താ സ്ഥിതി? ഈ 4 പിടുത്തം കിട്ടിയോ? കുറച്ചേ പിടുത്തം കിട്ടിയിട്ടുള്ളൂ. സാരമില്ല, അത് എക്സ്പോണന്റ് ചില കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1 5 6 എന്നീ സംഖ്യയുടെ പവർ ഏത് സംഖ്യ ആയാലും അതിൽ തന്നെയാണ് അവസാനിക്കുക. 110 1-ൽ, 510 5-ൽ, 6 അത് 6-ൽ അവസാനിക്കും. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. 4ന്റെ പവറിന്റെ പ്രത്യേകതയ്ക്കുള്ളൂ. 4:1 is equal to 4, 4:2 is equal to 16, 4:3 64, 4:4 256. അപ്പോൾ ഇവിടെ 4ന്റെ പവറിന്റെ പ്രത്യേകത, പവർ ഓഫ് 4 ഈസ് എൻ ഓഡ് നമ്പർ, യൂണിറ്റ് പ്ലേസ് 4 ആയിരിക്കും. പവർ ഓഫ് 4 ഈസ് എൻ ഈവൻ നമ്പർ, യൂണിറ്റ് പ്ലേസ് 6 ആയിരിക്കും. അതാണ് 4ന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങളോട് 4/2024 എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഉത്തരം കൊടുക്കും? യൂണിറ്റ് പ്ലേസ് 6 കൊടുക്കും. അതേ സമയത്ത് നിങ്ങളോട് 4:1 + 4:2 + 4:3 + +4/2024 എന്ന് ചോദിച്ചാലോ? അവിടെ നിങ്ങൾ 6 പറയരുത്. കാരണം ഇവിടെ നിങ്ങൾ 6 പറയാൻ പാടില്ല. ഇവിടെ നിങ്ങൾ പറയേണ്ട ഉത്തരം 0 ആയിരിക്കണം. അതെന്തുകൊണ്ടാണ്? ഈ 2024 അവിടെ വിട്ടേക്ക്. നിങ്ങൾ തൽക്കാലം ഈ 2024 പോലെ തന്നെ ഒരാളിനെയാണല്ലോ 2ഉം. 2024 ഈവൻ നമ്പർ ആണ്, ഈ 2ഉം ഈവൻ നമ്പർ ആണ്. 4:1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4:1ന്റെ കൂടെ 4:2 16 കൂടി നിങ്ങൾ കൂട്ടിയാൽ അവിടെ യൂണിറ്റ് പ്ലേസ് 4 ആണോ അല്ല 6 ആണോ? എത്രയാണ്? 0 ആയിരിക്കും. 20 ആണ്, അത് 0 ആയിരിക്കും. അതേപോലെ ഇവിടെ സംഭവിക്കും. Is it clear to you? Yes. Yes. Yes, sir. Yes. ഇനി 9ന്റെ കാര്യം അതേപോലെയാണ് മക്കളെ. നോക്കിക്കോ, 9ന്റെ കാര്യം അത് തന്നെ സംഭവിക്കുക. 9:1 is equal to 9. 9:2 is equal to 81. കേട്ടോ? 9:3 പോകുമ്പോൾ അത് 9 അവസാനിക്കും. കാരണം 729 ആണ്. 4 പോകുമ്പോൾ നമുക്ക് 2001 അവസാനിക്കും. അപ്പൊ ഇവിടെ 9ന്റെ പവർ, power of 9 is an odd number, then the digit in the unit place will be 9. Power of 9 is an even number, digit in the unit place will be 1. അത് ഓർത്ത് വെച്ചോളൂ. അതേ സമയത്ത് നിങ്ങളോട് 9:99 എന്ന് മാത്രം ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ധൈര്യമായിട്ട് പറയാം 9 ആണെന്ന് പറയാം. അതേ സമയത്ത് 9:100 ചോദിച്ചാലോ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്ര പറയും? 1 എന്ന് പറയും. ഇനി ഇവിടെ നോക്കിക്കോളൂ. 9:1 + 9:2 + 9:3 + up to 9:100 യൂണിറ്റ് പ്ലേസ് 0 ആയിരിക്കും. അത് 9 + 1 ആയിരിക്കും, 0 ആയിരിക്കും. സംശയം എന്താ?
അതേസമയത്ത് 100 പകരം 99 ആണെങ്കിലോ 9 ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കിയാൽ മതി. നിങ്ങൾക്ക് ഇത്ര വലിയ സംഖ്യ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാലും ഇവിടെ കാണുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ഇവിടം വരെയുള്ള ഓഡ് നമ്പർ എടുത്ത് കൂട്ടി വെക്കിയാൽ മതി. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടം വരെയുള്ള ഒരു 3 ഓഡ് നമ്പർ എടുത്ത് കൂട്ടി വെക്കിയാൽ മതി. കാരണം 3 വരെ കൂട്ടിയാൽ മതി. കാരണം 99 ഓഡ് നമ്പറാണ്, 3 ഓഡ് നമ്പറാണ്. ഇനി നിങ്ങളോട് ഇവിടെ 2024 എന്ന് കൊടുത്താലും ആ 2024 ബേജാറാവണ്ട. നിങ്ങൾ 2024 രണ്ടും ഒരു കാറ്റഗറി പെട്ടതാണ്. ഏതാ കാറ്റഗറി കാർത്തികേ? ഈവൻ നമ്പറിന്റെ കാറ്റഗറി. അപ്പൊ ഈവൻ നമ്പർ ആകുമ്പോൾ നിങ്ങൾ ഇത് രണ്ട് കൂട്ടി വെക്കിയാൽ മതി. എന്നാ പ്രശ്നം തീർന്നില്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിന് വരാൻ സാധ്യതയുള്ള വേറൊരു ചെറിയ പ്രശ്നമുള്ള ചോദ്യം ഉണ്ട്. അത് നോക്കോളെ. 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക? അല്ലല്ലോ, 3/10 കൂട്ടിയാൽ കിട്ടില്ല. ആ ശരി 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 ശരി. ആ ആ ശരി ശരി ശരി. ആ ആ ആ ആ അങ്ങനെ പല ആൻസറും വരുന്നുണ്ട്. സാരമില്ല, ഇതിന്റെ യഥാർത്ഥ ആൻസർ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. 2 × 3/10 ആണ് ഇതിന്റെ ഉത്തരം. ഇത് കിട്ടിയത് മനസ്സിലാകാത്ത കുട്ടികളിൽ ഉണ്ടെങ്കിൽ അവരെന്നോട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞോളൂ, ഞാൻ വിവരിച്ചു തരാം. മനസ്സിലായി? ശരി. അപ്പൊ ആൻസർ ആദ്യമാണ് ഓർത്ത് വെച്ചോളൂ. 2 × 2/3/10 ആയിരിക്കും. ഇത് മനസ്സിലാക്കി തരാം. ആടെ നിന്നോളൂ. ശരിക്കും ശ്രദ്ധിച്ച മൈക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്ന് വിട്ടേക്ക്. ആരോ അതിന്റെ ഇടക്ക് ഫോൺ ഇങ്ങനെ ഓൺ ചെയ്ത് കളിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇതൊന്ന് വിട്ടേക്ക്. നിങ്ങൾ ഈ 3/10 കൂടെ നിങ്ങൾ ഇങ്ങനെ സാധനം പഠിച്ചിട്ടുണ്ടല്ലോ. A⁻m × A⁻n = A⁻m+n പഠിച്ചവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, 3/10 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക? ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കുട്ടീനെ ഞാൻ വിളിക്കുകയാണ്. ഒരു കുട്ടി മാത്രം എല്ലാം കൂടി സംസാരിച്ചോളൂ. കാർത്തികേ, മുന്നോട്ട് വരാൻ തയ്യാറാണോ? 3/10 3 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക? 3/1. ഈ 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയല്ലേ കാർത്തികേ? ശരി. അപ്പൊ ഒരു കാര്യം വ്യക്തമായി. 3/10 3 കൊണ്ട് ഗുണിച്ചാൽ 3/11 കിട്ടും എന്ന് വ്യക്തമായി. ഇനി ഞാൻ കാർത്തികനോട് ചോദിക്കുന്നു, 3/10 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3/10 3 പ്രാവശ്യം എഴുതി കൂട്ടുക എന്നല്ലേ? അത് ക്ലിയർ ആയിട്ടില്ലേ പറയണ മറ്റുള്ള കുട്ടികൾ? 4നെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4 എന്ന സംഖ്യ 3 പ്രാവശ്യം എഴുതി കൂട്ടുകയല്ലേ? ശരിയല്ലേ? എന്താണ് കാർത്തിക നീ മിണ്ടാത്തത്? അതെ, യെസ്. 3/10 3 പ്രാവശ്യം എഴുതി കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം എന്താണ്? 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. 3/10 3 തവണ കൂട്ടിയാലാണ് 3/11 കിട്ടുക. നിങ്ങൾക്ക് ചോദ്യത്തിൽ ഒരു 3/10 തന്നിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള 3/10 രണ്ടെണ്ണം ഉണ്ട്. അതാണ് 2 × 3/10. അങ്ങനെയാണ് 3/11 കിട്ടുന്നത്. മനസ്സിലായോ? ലേശം എവിടെയല്ലോ ആർക്കല്ലോ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടാവുമല്ലോ. ഒന്നുകൂടിയും പറയണം. ആ, ഒന്നുകൂടി പറയും. ഇത് കണ്ടിട്ട് ഒന്നുകൂടി വീഡിയോ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇത് ഇപ്പം ഇവിടുന്ന് പിടുത്തം കിട്ടിയെങ്കിലും ഒന്നുകൂടി വീഡിയോ. ഞാൻ കാർത്തികിനോട് ചോദിക്കുന്നു, 3/3 കൂടെ എത്ര കൂട്ടിയാലാണ് 3/4 കിട്ടുക എന്ന് ചോദിച്ചാൽ കാർത്തികിന്റെ മറുപടി എന്താണ്? കൂട്ടിയാലാണല്ലേ ചോദിക്കുന്നത്.
2 ഇൻറ്റു അത് പറ 2 ഇൻറ്റു 3 ആയിരിക്കും. ഇനി കാർത്തിക് ഈ 2 ഇൻറ്റു 3 കണ്ട് ബേജാറാണ്ട. കാർത്തിക് 3 പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 3 എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ 3 എത്രയാ? 27. 3 എന്ന് പറഞ്ഞാൽ എത്രയാ? മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, അതൊന്ന് നോക്കി പറഞ്ഞാൽ മതി. 81 ഇങ്ങനെ സംശയം ചോദിക്കണേ. 81. ശരി. ഇനി കാർത്തികരോട് ഞാൻ ചോദിക്കുന്നു, 27ന്റെ കൂടെ എത്ര കുട്ടികൾ 81 കിട്ടുക? കാർത്തിക് പോയിരുന്നു 54 ആണ്. അത് വ്യക്തമാണ്. ഇനി ഈ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ 27 ആണ്. 27 2 കൊണ്ട് കുടിച്ചാൽ 54 ആണ്. 54 തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചു. ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളുള്ള ചോദ്യം 3:3 കൂടെ എത്ര കുട്ടികളാണ് 3:4 കിട്ടുക എന്നാണ് ചോദ്യം. അത് നിങ്ങളുടെ ചോദിക്കുന്നു 3:3 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3:4 കിട്ടുക എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ പറയും 3:1 കൊണ്ട് ഗുണിച്ചാൽ 3 + 1. ശരിയാണ്. 3:1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ഇവിടെ 3:3 പ്ലസ് 3:3 പ്ലസ് 3:3 ആണ് 3:4 എന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ഈ 3 കൊണ്ട് ഗുണിക്കാൻ 3 പ്രാവശ്യം കൂട്ടുക എന്നാണ്. നിങ്ങളുള്ള ചോദ്യം എന്തായിരുന്നു? 3:3 പ്രാവശ്യം എഴുതി കൂട്ടിയാലാണ് 3:4 കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു 3:3 തന്നിട്ടുള്ളൂ. ബാക്കി 2 3:3 കൂടി ചെയ്താലാണ് 3:4 കിട്ടുക. അതാണ് 2 ഇൻറ്റു 3:3. ഇപ്പൊ ക്ലിയർ ആയവർക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നിങ്ങളിൽ ഒരാൾ മുന്നോട്ട് വാ, ഞാൻ സഹായിക്കാം. ഒരു സാധനം എത്ര പ്രാവശ്യം പറയാ? വേറെ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വാ, ഞാൻ സഹായിക്കും. കാർത്തികേയൻ എനിക്ക് ആരാണ്? ദിയാ പാർവതിയാ? ദിയാ പാർവതിക്ക് പറയാൻ പറ്റുവാ? പറഞ്ഞോ. ഏത്? അതെ, ഇപ്പൊ ഇത് കണക്ക്. ഈ ചോദ്യത്തിൽ തന്നെ 3:3 ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3:3 3 പ്രാവശ്യം കൂട്ടിയാലാണ് 3:4 എന്ന് കിട്ടിയത്. അപ്പോ അവിടെ 3:3 ഒരു പ്രാവശ്യം കൊടുത്തു. ബാക്കി 2 3:3 എന്നുണ്ട്. അപ്പൊ 2 ഇൻറ്റു 3:3 എന്നുണ്ട്. അതേസമയത്ത് നിങ്ങൾക്ക് 2ന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. 2ന്റെ പവറിന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പൊ 2:3 കൂടെ എത്ര കൂട്ടിയാണ് 2:4 കിട്ടുക എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചതായിരിക്കുക. ഇവിടെ ഏതാണോ കാണുന്നത് അത് തന്നെ എഴുതി കൊടുത്താൽ മതി. 2ന്റെ കാര്യത്തിൽ 2 അങ്ങനെ പ്രത്യേകത. ഈ 2:3 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 8. 2:3 8. 8 8 16 നിങ്ങൾക്കറിയാം. 2:4 എന്ന് പറഞ്ഞാലോ 16. അപ്പൊ 2ന് അങ്ങനെ പ്രത്യേകത, അതെന്നെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. പക്ഷെ ബാക്കിയുള്ള സംഖ്യകൾക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇന്നലെ നടന്ന ചോദ്യത്തിന്റെ സമാനമായ ഒരു ചോദ്യം ഇന്നലെ രാവിലെ ഞാൻ തന്നിരുന്നു. ആ ചോദ്യം ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഇതാ സമാന്തര വരകൾ 2 അതിനിങ്ങനെ കട്ട് ചെയ്തു. ഈ കോണിന് 3x എന്ന് പേരുള്ളൂ. 3x ആണ് കോണിന്റെ അളവ്. ഈ ഒരു ആംഗിളിന്റെ അളവ് 5x + 60 ആണ്. നിങ്ങളോടുള്ള ചോദ്യം എക്സിന്റെ വില എത്രയെന്നാ?
ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഈ ചോദ്യം കണ്ടവരുണ്ടാവില്ല ഇന്നലെ, അവർക്ക് വിവരിക്കാം. ആ എത്രയാ കാർത്തിക? അപ്പൊ ഇത് അനുകൂലമാണ്. അപ്പൊ 180 60 കുറയ്ക്കുക, 3x പ്ലസ് 5x സമം 8x ആണ്. എക്സിന്റെ വില എന്ന് പറയുമ്പോ 120/8 15 കിട്ടുന്നത്. ശരി, 15 ഡിഗ്രി ശരിയാണ്, 15 ശരിയാണ്. പക്ഷെ അതേസമയത്ത് എങ്ങനെയാ അത് കിട്ടുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ 3xന്റെ ഓപ്പോസിറ്റും ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ഇത് 3x ആയിരിക്കൂലേ? അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ 3xും 5x പ്ലസ് 60 കിട്ടുന്നത് CIA അല്ലേ? എന്താ CIA എന്ന് പറഞ്ഞാൽ? ശരി, മനസ്സിലായി. കോ ഇന്റീരിയർ ആംഗിൾ, ആന്തര സഹകോണുകളാണ്. ആന്തര സഹകോണുകൾ തമ്മിൽ കൂട്ടിയ 150 കിട്ടണം. സപ്ലിമെന്ററി ആണ്. 3x പ്ലസ് 5x പ്ലസ് 60 സമം 180 നിങ്ങൾക്ക് കിട്ടേണ്ടത്. 3xും 5xും കൂട്ടിയാൽ 8x ആണ്. 60ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 180 മൈനസ് 60 ആയിട്ട് മാറും. അത് നേരത്തെ ഈ കാർത്തിക് പറഞ്ഞതുപോലെ 120 മാറും. അങ്ങനെയാണോ ചെയ്തത്? ആ, ഇനി x സമം 120/8 എന്ന് കിട്ടും. 120/8 എത്രയാണ്? 15. ഇതാണ് 15 കിട്ടുന്നത്. 15 ആണ് ഇതിന്റെ ആൻസർ. ഇത് മനസ്സിലാകാത്തവരുണ്ട്, പറയാം. യെസ് ഓർ നോ? കാർത്തിക ഒന്നുകൂടി പറഞ്ഞു കൊടുക്കടാ. അവിടെ ഏറ്റവും മുകളില് 3x കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ അത് എതിർ കോണാകുമ്പോൾ കോണം 3x. അപ്പൊ 5x പ്ലസ് 60 ഉള്ളതും 3x അത് കോ ഇന്റീരിയർ ആംഗിൾ ആണ്. അതായത് ആന്തര സമകോണം. ആന്തര സമകോണം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 5x പ്ലസ് 3x പ്ലസ് 60 ആണ് 180. അതായത് 5x പ്ലസ് 3x എന്ന് പറയുമ്പോൾ 8x പ്ലസ് 60 ആണ് 180. അപ്പൊ 180 60 കുറച്ചാൽ 120 കിട്ടും. എക്സ് സമം 120/8, അതായത് 15. വെരി ഗുഡ്. അപ്പൊ എക്സ് 15. ധ്യാന, ഇത് ക്ലിയർ ആയോ? ധ്യാന, യെസ് സർ. ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് വിവരിക്കാമോ? ഇംഗ്ലീഷ് മീഡിയം. In the question, they asked what's the value of x, and in the question they also gave that the upper angle is 3x, and there is also an angle which is mentioned as 5x plus 60. So to find the value of x, we have to bring this 3x into its opposite angle, which will also be 3x. So we got an co-interior angle there. So we have to find the co-interior angles are supplementary, which will result in the sum of 180. So what we have to do here is that we understood that 3x plus 5x plus 60 is 180, which means 3x plus 5x is 8x, and 8x when we bring the 60 near to 180, that at the positive sign will become negative sign, and 180 minus 60 we have to do it. So x is equal to 120, which is 180 minus 60. So 120/80 is equal to 15. So we got x as 15. ഗുഡ്. എക്സിന്റെ വിലയാണ് ചോദിച്ചത്. എക്സിന്റെ വില നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2^22 plus 2^22 plus 2^22 plus 2^22 is equal to 4^x.
ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണോ? എക്സിന്റെ വില എത്ര കണ്ടുപിടിക്കും. ഓ 12 റൈറ്റ് ആൻസർ ആണ്. 12 ആണ്. ശരി, ഇതൊക്കെ വേഗം കഴിയും. 1 2 3 4 4 പ്രാവശ്യമാണ് കൂട്ടുന്നത്. അപ്പൊ 4 × 2⁻22 ഈസ് ഈക്വൽ ടു 4⁻x. 4നെ നമുക്ക് 2ന്റെ ഭാഗമാക്കുന്നതാണ് നല്ലത്. 2⁻2 × 2⁻22 സമം 2⁻2 all raised to x എന്ന് പറഞ്ഞാൽ 4നെ അങ്ങനെ മാറ്റി. 2⁻2 × 2⁻22 ഈസ് ഈക്വൽ ടു 2⁻2x. ഓഹോ, ഇവിടെ രണ്ടുപേരെയും തമ്മിൽ കൂട്ടണം. അപ്പൊ 2⁻22 രണ്ടും 24 കിട്ടും. ഈസ് ഈക്വൽ ടു 2⁻2x. ഈ 2 2 ഒഴിവാക്കളി. അപ്പൊ 2x ഈസ് ഈക്വൽ ടു 24 കിട്ടിക്കഴിഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് 12. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചില സമയത്ത് നിങ്ങൾ കുടുങ്ങിപ്പോന്ന ചോദ്യമായിരിക്കും, അതുകൊണ്ടാണ്. പെട്ടെന്ന് ആൻസർ വിളിച്ചു പറഞ്ഞോളൂ എല്ലാവരും. 120 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 60. അടുത്തത് പെട്ടെന്ന് വിളിച്ചു പറയണേ, ഒന്നിച്ച് പറഞ്ഞോളൂ പെട്ടെന്ന്. 120 ഡിവൈഡഡ് ബൈ 1/2 എത്രയാണ്? അത് 240 ആണ്. അത് 120യുടെ ഡബിൾ ആയിരിക്കും. കാരണം നേരത്തെ ആദ്യം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ 60 ഞാൻ സമ്മതിച്ചു, മറ്റത് നമുക്ക് സമ്മതിക്കാൻ പറ്റൂല. കാരണം 120 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറഞ്ഞാൽ 120യുടെ ഡബിൾ ആയിരിക്കും, 240 ആയി. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു വലിയ സാക്ക് നിറയെ 120 കിലോ തേയിലുണ്ട്, ചായപ്പൊടി ഉണ്ട് തേയില. അത് ഓരോ കിലോന്റെ പാക്കറ്റ് ആകുമ്പോൾ 120 പാക്കറ്റ് ഉണ്ടാവും. അത് 1/2 കിലോന്റെ 500 ഗ്രാമിന്റെ പാക്കറ്റ് ആകുമ്പോൾ അത് 240 ഉണ്ടാവൂലേ? അങ്ങനെ ചിന്തിച്ചെടുക്കണം. പിന്നീടാണ് നിങ്ങൾ ഇത് റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണമെന്നൊക്കെ പഠിച്ചത്. 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അങ്ങനെയാണ് 240 കിട്ടുന്നത്. ഇപ്പൊ പല കുട്ടികളും അറിയാണ്ട് തെറ്റിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം പ്രൈം നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഇതിലൊരു ചോദ്യം ഉണ്ട്, അത് ഈസി ആയിരുന്നു, മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. 3 the product of 3 prime number is 970. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 970 ആണ്. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 970 ആണെങ്കിൽ അതിൽ വലുതേത്? അത് ഇവിടെ തന്നെ ഉണ്ട്, 97. കാരണം ഇവിടെ 97 ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ അതങ്ങ് എഴുതിയാൽ മതി. കാരണം ഇവിടെ 97 എന്ന ഈ സംഖ്യയെ 10 കൊണ്ട് ഗുണിച്ചിട്ടാണല്ലോ 970 കിട്ടുന്നത്. 10 കിട്ടാൻ 2 പ്രൈം നമ്പർ കാരണക്കാരാവാറുണ്ട്. 2ഉം 5ഉം. 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ 10 ആണ്. 2 × 5 10 ആണ്. അപ്പം 2ഉം 5ഉം എവിടെ കയറി വരുന്നോ അവിടെ 0 ഉണ്ടാവും. അപ്പൊ 2 × 5 ഉണ്ടാവും. അപ്പൊ 2 × 5 10 കിട്ടി. 10നെ 22 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2 കിട്ടി. 97 is the largest 2-digit prime number എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചോളൂ, പ്രൈം നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. അപ്പൊ പ്രൈം നമ്പർ വേറെ ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്താണ് ചോദിക്കുക. അപ്പൊ പ്രൈം നമ്പർ ബൈഹാത്താക്കാത്ത കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും വരും. അപ്പൊ പരീക്ഷ കഴിഞ്ഞാൽ അറിയാതൊക്കെ. പരീക്ഷ കഴിഞ്ഞാൽ ആ പ്രൈം നമ്പർ പഠിക്കാത്തതിൻ്റെ കാരണം കൊണ്ടൊരു മാർക്കെല്ലാം പോയി കിട്ടും ചിലപ്പോൾ. അപ്പോൾ അത് പഠിച്ചു വെച്ചിട്ട് പോയാൽ മതി. 97 അത് പ്രൈം നമ്പറാണ് തിരിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. കാരണം 97 ഇവിടെ കാണുന്നു, പിന്നെ ഒരു 0 കാണാന്ന് പറഞ്ഞാൽ 10 കൊണ്ടുള്ള ഗുണനമാണ്. 2ഉം 5ഉം പ്രൈം നമ്പർ ആകുന്ന കുട്ടീനെ മനസ്സിൽ തെളിയും. അപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടിക്കോളും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
പിന്നെ 0 വരുന്നൊരു കാര്യത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരിക്കൽ ചോദിച്ചു 4:10 into 5:21. ഹൗ മെനി സീറോസ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്? എത്ര സീറോസ് ഉണ്ടാവും? 20 ആണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഈ 4-നെ നമുക്ക് പ്രൈം നമ്പർ ആക്കി മാറ്റുമ്പോൾ 2:2 10 എന്ന് എഴുതാം. ഇൻറ്റു 5:21 ആണ്. അപ്പൊ 2:2 into 10 that is 20 into 5:21. 4:10 5:21 പോലെയാണ് 2:20 5:21. ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ 5-ഉം 2-ഉം കൂടി കയറി വരുമ്പോഴാണ് 0 വരിക. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 1 into 2 into 3 into 4 അതുവരെ 0 ഇല്ല. ഇൻറ്റു 5-ഉം കൂടി വരുമ്പോഴാണ് 120 വരുന്നത്. അതിന്റെ ഉത്തരവാദികൾ ഈ 5 കൂടുമ്പോഴാണ്. 5-ഉം 2-ഉം വന്നു, 5-ഉം 4-ഉം വന്നു, അങ്ങനെ വരുമ്പോഴാണ് ഈ 0 വന്നത്. അപ്പൊ ഇവിടെയുള്ള പ്രത്യേകത 2-ന്റെയും 5-ന്റെയും പവർ ആയിട്ട് ഏതാണോ ചെറുത് വരുന്നത് ആ ചെറുതായിരിക്കും സീറോസിന്റെ എണ്ണം. അപ്പൊ ഇവിടെ ചെറുത് 20-ഉം 21-നും ചെറുത് 20 ആണ്. അപ്പൊ 20 സീറോസ് ഉണ്ടാവും. അത് വേണേ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. 2:1 into 5:2. ഇവിടെ നിങ്ങൾക്ക് ഒരു 0 ഉണ്ടാവും. കാരണം 2-ന്റെ പവർ ഇവിടെ ചെറുത്, അത് എഴുതിയാൽ മതി. 2:1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 5:2 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25-ന് 2 കൊണ്ട് കൊടുത്താൽ 50-മാണ്. 50-ൽ ഒരു 0. അത് നിങ്ങൾക്ക് വേറെ എഴുതി പരീക്ഷിച്ച് നോക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ട്, 2 സ്കൂളിൽ പോകേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, അയച്ചു തന്ന ചോദ്യങ്ങളൊക്കെ. എനിക്ക് ഓർമ്മയിലേറ്റല്ല, ഞാൻ സമയം കിട്ടുന്നവരൊക്കെ നിങ്ങൾക്ക് ആ ചോദ്യം തരാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ വാട്സാപ്പിലേക്കൂടി ഷെയർ ചെയ്യാം. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട്, പല കുട്ടികളുടെ കയ്യിലുണ്ടത്. അത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു ചോദ്യം നിങ്ങൾക്ക് ഇന്ന് തരികയാണ്. ആ ചോദ്യത്തിൻ്റെ ആൻസറാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പം ഏതെങ്കിലും മുൻപ് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ശരി, അടുത്ത ചോദ്യം ഒന്ന് എഴുതിയെടുത്തോളൂ. ഇന്നത്തെ ഹോംവർക്കിലേക്ക് ബന്ധപ്പെട്ട ചോദ്യം. ഇപ്പോൾ ആൻസർ ടൈപ്പ് ചെയ്യേണ്ട, പിന്നീട് ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ എത്രയാണ്? ഓപ്ഷൻസ് ഇവിടെ കൊടുക്കാം. 1 1/4, 2 1/4. These are the options. ഇത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഒരു ചിത്രമാണ്. ഒരു സർക്കിൾ വരയ്ക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അടുത്ത ക്ലാസ്സിൻ്റെ വിവരമൊക്കെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. ആ സർക്കിളിനെ നിങ്ങൾ 4 തുല്യ ഭാഗമാക്കുക. ഞാനിവിടെ വേറെ ഉപകരണം എടുക്കാണ്ട് വരച്ചതുകൊണ്ട് സർക്കിളൊന്നും ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ സർക്കിളാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങ് വിശ്വസിക്കുക. ഇത് 90 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഇവിടെ നമ്മൾ ഈ വൃത്തത്തിൻ്റെ ഒരു കേന്ദ്രത്തിന് O എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ ഒരു 3 സെന്റിമീറ്റർ ഇവിടെ വിടുകയാണ്. 3 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ 4 സെന്റിമീറ്റർ വിടുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഇവിടുന്ന് നേരെ ഒരു വര വരയ്ക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കും. ഇതിങ്ങനെ യോജിപ്പിക്കും. ചോദ്യം, ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് O എന്ന് കൊടുത്തു. അവിടുന്ന് ഒരു നിശ്ചിത അകലം വിട്ടിട്ട് അതിനെ 4 ഭാഗമാക്കിയപ്പോൾ നിശ്ചിത അകലം ഇവിടെ 4 സെന്റിമീറ്ററും ഇവിടെ 3 സെന്റിമീറ്ററും അടയാളപ്പെടുത്തി. ഇവിടെ നിങ്ങളുള്ള ചോദ്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? അതിന്റെ ഓപ്ഷൻ ഞാൻ തരാം. 5, 6, 7 and 10.
ഈ രണ്ട് ചോദ്യം ഞാൻ ഒന്ന് വായിച്ചു കൊടുക്കും. First question. Square root of 2.5 whole raised to 2 minus 1.5 whole raised to 2. Options. Option A 1, option B 1/4, option C 2, option D 2/4. Second question. What is the radius of the figure? Option A 5, option B 6, option C 7, option D 10. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ അറിയാലോ. ഈ സംഭവം ഈ ദേവനന്ദൻ ഇല്ലേ, പോയോ? എന്താ ദേവന്താ മിണ്ടാത്തത്? ഇത് രണ്ടും എന്താണ്? മട്ടത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മട്ടകോണാണ്. അതവിടെ വരച്ചു, അത് ഞാൻ അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഇവിടെ വരെയാണ് നിങ്ങളുള്ള ചോദ്യം. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള വരയാണല്ലോ ഈ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഡിയസിന്റെ ഡബിളിന്റെ പേരെന്താണ് പഠിച്ചത്? ആ, അപ്പോൾ റേഡിയസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവത്തിലേക്കുന്ന ചോദ്യം, അതാണ് നിങ്ങളുള്ള ചോദ്യം. അപ്പം ആ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്, ഈസിയാണ്. ഇന്ന് വേണ്ട, അടുത്ത ക്ലാസ്. വൃത്തത്തിൻ്റെ കേന്ദ്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു നിശ്ചിത അകലം വിട്ടിട്ടാണ് 3 സെൻറ്റിമീറ്റർ, ഇവിടെ ഇങ്ങോട്ട് 4. നിങ്ങൾ 4ഉം 3ഉം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ അളവ് കണ്ടെത്താൻ പറ്റും, കാരണം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഓരോ ക്ലാസ്സിലും ഞാൻ ഓരോന്നോരോന്നെടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ഞായറാഴ്ചകളിലെ ദിവസങ്ങളിലൊക്കെ കല്യാണത്തിനും സൽക്കാരത്തിനും ഇങ്ങനെ പോകാൻ നിൽക്കണ്ട, വീട്ടിലിരുന്ന് തന്നെ പഠിക്കുക. യാത്രകളൊക്കെ ഒഴിവാക്കി വീട്ടിലിരുന്ന് പഠിക്കുക. അപ്പോൾ കളിയെല്ലാം കുറച്ച് കുറയ്ക്കുക, ആൺകുട്ടികൾ പ്രത്യേകിച്ച്. വൈകുന്നേരമൊക്കെയുള്ള കളി കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് എത്ര ചോദ്യം അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സംശയങ്ങളായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് വീട്ടുകാരോടൊക്കെ ചോദിച്ച്, ടീച്ചേഴ്സിനൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നന്നായിട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.